വയനാട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലായിരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ. അവരുടെ വിശേഷം കൂടി അറിയണ്ടേ? ഈ LDF സ്ഥാനാർത്ഥിയിൽ വ്യത്യസ്തനായി മാറുകയാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ 30ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയായ MK ഷിബു. ഞങ്ങളുടെ പ്രതിനിധി ചേതൻ സാജൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് നമുക്ക് പോകുന്നത്. അവിടെ നമുക്ക് ആ സ്ഥാനാർത്ഥിയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റ നഗരസഭയിലെ 30ാം വാർഡായ മരവയൽ ഡിവിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ LDFിൻ്റെ പര്യടനം എങ്ങനെയൊക്കെ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ സ്ഥാനാർത്ഥിയെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രേക്ഷകരോട്, വോട്ടർമാരോട് ആശയവിനിമയം നടത്തുന്ന സ്ഥാനാർത്ഥിയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതിലൊരു വ്യത്യസ്തതയുണ്ട്. അത് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി. മരവയൽ ഡിവിഷന് വേണ്ടി കൽപ്പറ്റ നഗരസഭയിൽ LDFിന് വേണ്ടി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയാണ് MK ഷിബു, അല്ലേ? ഷിബുവിനോട് തന്നെ ചോദിച്ചറിയാം, സ്ഥാനാർത്ഥിക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന് ആദ്യം തന്നെ ചോദിക്കുകയാണ്. സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പ്രചരണത്തിൻ്റെ തിരക്കിലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എൻ്റെ സഖാക്കളും എനിക്ക് വേണ്ടിയിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യാം. എൻ്റെ ഒരു സാമ്പത്തികാവസ്ഥയും തൊഴിലില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ പാർട്ടി സഹാക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, കഴിയുന്നത്ര സമയങ്ങളിൽ ജോലി ചെയ്തോളൂ. 7 മണിക്ക് തന്നെ പണി തുടങ്ങും. എല്ലാ ദിവസവും 7 മണിക്ക് തുടങ്ങും. പല സമയത്തും ഇതേപോലെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും പോകാൻ കഴിയുക. ആരാ വിളിക്കുക, എപ്പോഴാണ് വിളിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ 2ാം തവണയല്ലേ അല്ലേ ജനവിധി തേടുന്നത്? അതെ, 2ാം തവണയാണ്. ആദ്യം 3ാം വാർഡിലായിരുന്നു. അത് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയായിരുന്നു. എല്ലാവരും വോട്ടർമാരെല്ലാവരും കാണാൻ പറ്റി? 2 പ്രാവശ്യം എല്ലാവരെയും കണ്ടു. 2 വട്ടം എല്ലാവരെയും കണ്ടു. അപ്പോൾ പലരും പറയുന്നത്, ഷിബു എന്തിനാ അങ്ങനെ വരുന്നത്, നമുക്കറിയുന്ന ആളാണല്ലോ, സഹായിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഏതായാലും ജനങ്ങളുടെ നല്ലൊരു പിന്തുണയുണ്ട്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എൻ്റെ സുഹൃത്തുക്കളെ പോലെ തന്നെ എന്നെ അറിയുന്ന ആളുകളും കൂടി ചേരുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും വലുത്. എൻ്റെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഏക ജീവിതമാർഗ്ഗം ഇതാണ്. വലിയൊരു മാതൃക തന്നെയാണ്. അതായത് ജോലിയും നടന്നു പോകുന്നു, അതുപോലെ തന്നെ ഒപ്പം തന്നെ പൊതുപ്രവർത്തനം നടന്നു പോകുന്നു. രണ്ടും സന്തോഷം കിട്ടല്ലേ? അതെ, അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ പെട്ടെന്ന് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വർക്കിംഗ് ഡ്രസ്സ് മാറ്റിയതാൽ നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു ഡ്രസ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇടുക, പോവുക എന്നുള്ളതാണ്. പ്രതീക്ഷയുണ്ട് ഈ വാർഡിനെ കുറിച്ച്. ആ പ്രതീക്ഷയുടെ പ്രധാന കാരണം എന്ന് വെച്ചാൽ 3ാം വാർഡിൽ ഞാൻ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അന്ന് ഞാനൊരു പ്രതിപക്ഷ കൗൺസിലറായിരുന്നു എന്നുള്ള ഏകദേശം 43 വീട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞു. 43 കൽപ്പറ്റ നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ ഞാൻ കൊടുത്തിട്ടുള്ളത് കൽപ്പറ്റ നഗരസഭയിൽ 3ാം വാർഡാണ്. അതുപോലെ തന്നെ കൽപ്പറ്റ നഗരസഭയിൽ നിന്ന് തനതായി കിട്ടുന്ന ഫണ്ടിനപ്പുറം ഒരു കൗൺസിലർ എന്ന നിലയിൽ അയാളുടെ പരിധികൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു കൗൺസിലറായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതനുബന്ധിച്ചിട്ട് ഞാൻ പല മേഖലകളിലും, ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായാലും പദ്ധതിയിൽ അല്ലെങ്കിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയം ഞാൻ നോക്കാറില്ല. എവിടെ നിന്നാണോ ലഭിക്കുക ആ രീതിയിൽ എല്ലാവരും സമീപിച്ചിട്ടുണ്ട്. ആയാലും പൊതുപ്രവർത്തനം അതുപോലെ തന്നെ ഉപജീവനമാർഗം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ വിജയ ആശംസകളും നമ്മൾ നേരുകയാണ്. താങ്ക് യു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, വയനാട്.